0 മുതൽ 10 കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 22ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ 22ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്നലെ വരെ നമ്മൾ 21 ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 14 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു. നമ്മൾ ചെയ്ത 14 ദിവസത്തെയും ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 14 3500 രൂപ. അതോടൊപ്പം 7 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു. അതിൽ 5 ദിവസത്തെ യൂണിറ്റ് നമുക്ക് അലോട്ടായിട്ടുണ്ട്. 250 × 5 1250 രൂപ. 2 ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ്. ആകെ 5250 രൂപ നിക്ഷേപിച്ചതിൽ 4750 രൂപ ഇൻവെസ്റ്റ്മെൻറ്റായി കാണിക്കുന്നു. 500 രൂപ ഇൻ പ്രോഗ്രസ് ആയിട്ടും കാണിക്കുന്നു. അവധി ദിവസങ്ങളിലെ ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള യൂണിറ്റ്സ് വർക്കിംഗ് ഡേയിൽ മാത്രമേ അലോട്ട് ആവുകയുള്ളൂ എന്ന് നിങ്ങൾക്കും അറിയാവുന്നതാണല്ലോ. ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം. ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ്. അതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം. ദിവസവും 250 രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ആയതിനാൽ രൂപ 250 എന്ന് എൻ്റർ ചെയ്യുന്നു. ഇൻവെസ്റ്റ് നൗ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. QR കോഡ് സ്കാൻ ചെയ്യുന്നു. ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഡാഷ്ബോർഡിൽ നോക്കുന്നു. ഇൻ പ്രോഗ്രസ്. അങ്ങനെ 22ാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്തു കഴിഞ്ഞു. 23ാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ കമൻറ്റ്സ്, വാല്യുബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക. താങ്ക് യു.